പ്രയാസങ്ങൾ, വൈഷമ്യങ്ങൾ, പ്രയാസങ്ങൾ, ദാരിദ്ര്യത്തിലുള്ള ബുദ്ധിമുട്ടുകൾ, പിന്നെ പൈശാചികമായ ബുദ്ധിമുട്ടുകൾ, ഇടങ്ങേറികൾ, ആപത്തുകൾ, ദുരിതങ്ങൾ, ഇതൊക്കെ ഇതിനകത്തുള്ളതാണ്. ഇതൊക്കെ വരാതിരിക്കാൻ വേണ്ടി കൂടിയാണ് ഇതിലേക്ക് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ കുടുംബത്തിന് ഇതോടൊപ്പം ഭക്ഷണങ്ങൾ വർദ്ധിപ്പിച്ച് തരികയും നല്ല ഭക്ഷണം അല്ലാഹു തആല മുട്ടിക്കാതെ തരികയും ചെയ്യുന്നതോടൊപ്പം നമ്മുടെ ജീവിതത്തിൽ കുടുംബജീവിതത്തിൽ ഐശ്വര്യവും നമുക്ക് വർദ്ധിപ്പിച്ചു തരുന്നു. ഐശ്വര്യം അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്ന പ്രധാനമായ 2-3 കാര്യങ്ങളുണ്ട്. അത് ഞാനിവിടെ പറയാൻ പോവുകയാണ്. കാരണം മറ്റൊന്നുമല്ല, നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ആവശ്യമായ ഒന്നെന്ന് പറയുന്നത് ഭക്ഷണമാണ്. ഈ ഭക്ഷണം എന്ന് പറയുമ്പോൾ ഭക്ഷണം കഴിക്കാത്തവരാരും ഈ ദുനിയാവിലില്ല. എല്ലാവർക്കും ഭക്ഷണം അല്ലാഹു തആല വെച്ചിട്ടുണ്ട്. എന്നാൽ നമുക്ക് ഭക്ഷണത്തിൽ വിശാലത വേണം. ഭക്ഷണം നമുക്ക് നല്ലതുപോലുള്ള ഭക്ഷണം നമുക്ക് കിട്ടണം. ഭക്ഷണത്തിൽ ബുദ്ധിമുട്ടും തരരുത്. അത് ഹലാലായ ഭക്ഷണവുമായിരിക്കണം. നല്ല ആഹാരങ്ങൾ നമുക്ക് കിട്ടണം. അത് എന്നേക്കുമായി നമ്മളെ കുടുംബത്തിൽ നമുക്ക് കിട്ടുകയും വേണം എന്നുള്ളൊരു ആഗ്രഹമാണ് നമുക്ക് എല്ലാവർക്കുള്ളത്. അപ്പോൾ ഈ ഭക്ഷണം വിശാലമായി നല്ല രീതിയിൽ കിട്ടുന്നതിന് വേണ്ടിയും മറ്റെല്ലാ ബുദ്ധിമുട്ടുകളും മാറുന്നതിന് വേണ്ടിയുമുള്ള ദിക്റാണ് ഇവിടെ പറയാൻ പോകുന്നത്. മറ്റ് ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ വൈഷമ്യങ്ങൾ, പ്രയാസങ്ങൾ, ദാരിദ്ര്യത്തിലുള്ള ബുദ്ധിമുട്ടുകൾ, പിന്നെ പൈശാചികമായ ബുദ്ധിമുട്ടുകൾ, ഇടങ്ങേറികൾ, ആപത്തുകൾ, ദുരിതങ്ങൾ, ഇതൊക്കെ ഇതിനകത്തുള്ളതാണ്. ഇതൊക്കെ വരാതിരിക്കാൻ വേണ്ടി കൂടിയാണ് ഇതിലേക്ക് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ കുടുംബത്തിന് ഇതോടൊപ്പം ഭക്ഷണങ്ങൾ വർദ്ധിപ്പിച്ച് തരികയും നല്ല ഭക്ഷണം അല്ലാഹു തആല മുട്ടിക്കാതെ തരികയും ചെയ്യുന്നതോടൊപ്പം നമ്മുടെ കുടുംബജീവിതത്തിൽ ഐശ്വര്യവും നമുക്ക് വർദ്ധിപ്പിച്ചു തരുന്നു. ഐശ്വര്യം വർദ്ധിപ്പിച്ചു വരുന്നു, ഗുണങ്ങൾ ഉയർച്ചയിലേക്ക് എത്തിക്കുന്നു, സ്വഭാവങ്ങൾ നമുക്ക് നന്നാക്കി തരുന്നു. എല്ലാവിധ ഗുണങ്ങളും അല്ലാഹു തആല നമുക്ക് തരികയാണ്. ഒരാൾ നമ്മളെ കാണുമ്പോൾ തന്നെ സന്തോഷകരമായിട്ട് ചിരിച്ചുകൊണ്ട് നമ്മളോട് സലാം പറയുന്നു. അത് ഏറ്റവും വലിയൊരു വിജയമല്ലയോ? ഒരാൾ നമ്മളെ കാണുമ്പോൾ മുഖം കറുപ്പിച്ച് തിരിഞ്ഞു പോയി കഴിഞ്ഞാൽ നമുക്ക് എന്തുമാത്രം വിഷമമാണ് നമുക്കുണ്ടാകുന്നത്. അപ്പോൾ ആ അവസ്ഥയിൽ നമ്മൾ എത്തരുത്. അപ്പോൾ ഒരാൾ നമ്മളെ കാണുമ്പോൾ ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് അസ്സലാമു അലൈക്കും എന്നൊരാൾ നമ്മളെ മുഖത്ത് നോക്കി അദ്ദേഹം ചിരിച്ചുകൊണ്ട് പറയാണ്. അത് ശുദ്ധമായ ഒരു പറച്ചിലാണ്. അതിനൊരു മറുപടി നമ്മൾ പറയുന്നു. നമ്മൾ ആ കൂട്ടത്തിൽ നമ്മൾ അങ്ങെത്തണം. അപ്പം മറ്റൊരാളെ കൊണ്ട് മോശമായ ഒന്നും നമ്മൾ പറയിക്കുമ്പോൾ സാഹചര്യം നമ്മൾ വയ്ക്കരുത്. നമ്മുടെ ഭാഗത്തുനിന്ന് കുറ്റം വരാതിരുന്നാൽ മതി. നമ്മുടെ ഭാഗത്തൊരു കുറ്റം വരാതെ കൊണ്ട് നമ്മൾ മുമ്പോട്ട് ജീവിച്ചു പോകുമ്പോൾ മറ്റുള്ളവർ ആരെങ്കിലും എന്തെങ്കിലും തെറ്റിദ്ധരിക്കുകയും നമ്മളെക്കുറിച്ച് എന്തെങ്കിലും വൈഷമ്യങ്ങൾ പറയുകയും ചെയ്താൽ അല്ലാഹുവേ, ആ പറയുന്നവൻ അല്ലാഹുവിൻ്റെ രാജകോടതിയിൽ സമാധാനം പറയേണ്ടി വരും. സമാധാനം എന്ന് പറഞ്ഞാൽ നിസ്സാരമായ സമാധാനമല്ല, അത് വലിയ ശിക്ഷയുള്ളൊരു സമാധാനമാണ്. അതുകൊണ്ട് ആ ഭാഗത്തേക്ക് നമ്മൾ കിടക്കേണ്ട. നമ്മുടെ ഭാഗത്തേക്ക് നമ്മളങ്ങ് പോയാൽ മതി. നമ്മൾ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം വളരെ മേന്മയായിട്ട് മനോഹരമായി കൂടി നന്മകൾ ചെയ്ത് നമ്മളെ കൊണ്ടൊക്കാവുന്ന നന്മകളൊക്കെ ഈ പ്രപഞ്ചത്തിൽ നമ്മൾ ജനങ്ങൾക്ക് വേണ്ടി നമ്മൾ ചെയ്തിട്ട് നമ്മളങ്ങ് അള്ളാഹുവിനെ സ്മരിച്ചുകൊണ്ട് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്തുകൊണ്ട് നമ്മളങ്ങ് മുമ്പോട്ട് പോകുമ്പോൾ നമ്മുടെ കുടുംബത്ത് ഭക്ഷണമായാലും ശരി, മനസ്സുഖമായാലും ശരി, എല്ലാവിധ സുഖ സൗഭാഗ്യ സമ്പൂർണ്ണത അല്ലാഹു സുബ്ഹാനഹു വ തആല തമ്പുരാൻ നമുക്ക് തരും. അതിനുള്ള ഒരു ദിക്റും കൂടിയാണ് ഇവിടെ പറയാൻ പോകുന്നത്. ഈ ദിക്ർ നിങ്ങൾ ചെല്ലുമ്പോൾ, ഈ ദിക്ർ തുടങ്ങുമ്പോൾ ഒരു 51 പ്രാവശ്യം നിങ്ങൾ ഈ ദിക്ർ ചെല്ലണം. ഈ ദിക്ർ എന്ന് പറയുന്നത് കഴിവതും ഒക്കുമെങ്കിൽ നമസ്കരിച്ചതിന് ശേഷം ചെല്ലുന്നതാണ് ഏറ്റവും നല്ലത്. ഒന്ന് ഏശാക്ക് ശേഷം ചെല്ലാം, അല്ലെങ്കിൽ മഗ്‌രിബിന് ശേഷം ചെല്ലാം, അല്ലെങ്കിൽ സുബഹിക്ക് ശേഷം ചെല്ലാം. നിസ്കരിച്ചതിന് ശേഷം ചെല്ലുന്നത് കുറെ കൂടുതൽ ഇതിന് നമുക്ക് ബലം കിട്ടും, അതിന് പോഴ്ച കിട്ടുകയും ചെയ്യും. അതുകൊണ്ട് നിസ്കരിച്ചതിന് ശേഷം ചെല്ലുന്നത് ഏറ്റവും നല്ലതാണ്. പിന്നെ സൗകര്യം അനുസരിച്ച് ചെയ്യുക. പിന്നെ ഈ സമയം നിങ്ങൾ ചെല്ലിയതിന് ശേഷം അള്ളാഹുവുമായിട്ടൊരു ബന്ധപ്പെടണം. ഒരു ദുആ നിങ്ങൾ ചെയ്യണം. ഒരു പ്രാർത്ഥന കൂടെ നടത്തണം. പ്രാർത്ഥന എന്ന് വെച്ചാൽ ചെറിയൊരു പ്രാർത്ഥന, വലിയ വിശാലമായിട്ടൊന്നും പോകണ്ട. നമ്മുടെ ആവശ്യങ്ങൾ പറഞ്ഞുള്ള ഒരു പ്രാർത്ഥന. അപ്പോൾ ഈ പ്രാർത്ഥന എന്ന് പറയുമ്പോൾ, പ്രാർത്ഥനയുടെ ആരംഭം എന്ന് പറയുമ്പോൾ അൽഹംദുലില്ലാ പറഞ്ഞു വേണം നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. അൽഹംദുലില്ലാ പറഞ്ഞ് പ്രാർത്ഥന തുടങ്ങി അത് അൽഹംദുലില്ലായിൽ ആ പ്രാർത്ഥന തീർന്നു കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അൽഹംദുലില്ലാ പറഞ്ഞു ചെയ്യുന്ന ഒരൊറ്റ ദുആ പോലും അല്ലാഹു തആല സ്വീകരിക്കാതിരിക്കില്ല. ഒരുപക്ഷെ നമുക്ക് ഉടനെ ഗുണം കിട്ടിയില്ല എങ്കിൽ ഒരല്പ താമസം വന്നാൽ തന്നെയും ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഗുണങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഈ ഭൂമി ലോകത്ത് വെച്ച് തന്നെ നമ്മളെ കുടുംബത്തിന് അല്ലാഹു തആല തരുന്നതാണ്.
മാത്രമല്ല ആഖിറത്തിലും ഇതിൻ്റെ പ്രയോജനം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തരുന്നതാണ്. അപ്പോൾ ദുആ ചെയ്യുന്നതിൻ്റെ വിഷയം, ദുആ ചെയ്യുന്നത് എങ്ങനെയെന്ന് ചോദിച്ചാൽ അൽഹംദുലില്ലാഹ് അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് വെച്ച് തുടങ്ങിയിട്ട് നമ്മുടെ ഈ ആഗ്രഹങ്ങളെല്ലാം അള്ളാഹുവിനോട് നിന്ന് അപേക്ഷിക്കണം. അത് മലയാളത്തിലങ്ങ് പറഞ്ഞാൽ മതി. മലയാളത്തിൽ നമ്മുടെ കാര്യങ്ങളൊക്കെ നമുക്ക് എന്തൊക്കെയാണ് ആവശ്യം, ഭക്ഷണം വേണം, സമ്പത്ത് വേണം, വിശാലത വേണം, മക്കൾ നന്നായിരിക്കണം, മക്കൾ നല്ലപോലെ പഠിക്കണം, നമുക്ക് ദീൻ വേണം, എല്ലാവിധ ഗുണങ്ങളും നമുക്ക് വേണം. ഇതൊക്കെ റബ്ബിനോട് അങ്ങ് ദുആ ചെയ്യണം. അങ്ങ് ദുആ ചെയ്ത് അവസാനം ഈ ദുആ അൽഹംദുലില്ലാഹ് അവസാനിപ്പിച്ച് ഈ ദുആ അങ്ങ് തീർക്കുകയും ചെയ്യണം. ഇത് ഏറ്റവും ആവശ്യമായ ഒരു കാര്യമാണ്. ഇത് നിങ്ങൾ ചെയ്യപ്പെടാം. എന്നിട്ട് അതിന് ശേഷമുള്ള സമയങ്ങളിൽ നമുക്ക് സമയങ്ങൾ ഇഷ്ടംപോലെ ഉണ്ടല്ലോ, എപ്പോഴും ഈ ദിക്ർ നിങ്ങൾക്ക് ചെല്ലാവുന്നതാണ്. ചെല്ലുന്നത് ഏറ്റവും നല്ലതാണ്. എന്നാൽ ഈ ദിക്ർ ചെല്ലുന്നവർക്കും ഇത് കാണുന്നവർക്കും പറയുന്നവർക്കും പടച്ച തമ്പുരാനെ അവരുടെ ആഗ്രഹവിലാശങ്ങൾ നീ സാധിച്ചു കൊടുക്കണേ റബ്ബേ എന്ന് ഞാൻ ദുആ ചെയ്യുന്നു. ഈ പറഞ്ഞ ഞാനിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ എൻ്റെ ഭാഗത്തു നിന്ന് വന്നിട്ടുണ്ടെങ്കിൽ അല്ലാഹുവേ എനിക്ക് പുറത്ത് മാപ്പ് തരണേ എന്നും കൂടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ ദിക്ർ ഞാൻ പറയാൻ പോവുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹുമ്മ അർഹംനി വർസുഖ്നി വആഫിനി വഹ്ദിനി. അല്ലാഹുമ്മ അർഹംനി വർസുഖ്നി വആഫിനി വഹ്ദിനി എന്നാണ് ദിക്ർ. ഇത് ചെല്ലേണ്ടത് 51 പ്രാവശ്യം ചെല്ലുമ്പോൾ നിങ്ങൾ ചെല്ലുകയും ദുആക്കുകയും ചെയ്യണമെന്നും കൂടി പറയുന്നു. ഇത് കഴിഞ്ഞുള്ള സമയങ്ങളിലും കിട്ടുന്ന സമയങ്ങളിലൊക്കെ നിങ്ങൾക്ക് ഈ ദിക്ർ ചെല്ലാം. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ അനുഗ്രഹങ്ങളും വാരിക്കോരി തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.